പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പടം നല്ല സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും നല്ല മുരളി ഗോപിയെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അയാൾ എമ്പുരാൻ തന്നെയാണ്, നമ്മളെ കേരളത്തിൻ്റെ എമ്പുരാൻ തന്നെയാണ്, 100% എമ്പുരാൻ തന്നെയാണ്. നന്നായിട്ട് പടം എടുത്തിട്ടുണ്ട്. നല്ല രാഷ്ട്രീയമായിട്ട് നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട്. അതിനി വരും ദിവസങ്ങളിൽ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അതൊരു ഇതാവും. നമ്മളെ തിരുവനന്തപുരത്തിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം അനന്തങ്കാടെന്ന് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെ പറ്റിയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയം തന്നെയാണ്, എന്നാലും സൂപ്പറായിട്ടുണ്ട്. പിന്നെ എന്താ പറയേണ്ടത്, തമിഴിൽ നമ്മുടെ ശ്രീലങ്കയെ പറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് നമുക്ക് അറിയാവുന്ന കഥകളായതുകൊണ്ട് ഓക്കെയാണ്, സൂപ്പറായിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആൾറെഡി 100-ൽ 90 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളി പടമായിരുന്നു, സൂപ്പറാണ്. എല്ലാവരും നല്ല പെർഫോം ചെയ്തു. കൊള്ളാം, നല്ല പടം, നല്ല പടം. കൊള്ളാം, എല്ലാവരും ആക്ടിങ് കൊള്ളാം, ഡയലോഗ്സ് എല്ലാം കൊള്ളാം. നല്ല സൂപ്പർ പടമായിരുന്നു, അടിപൊളി. അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല പടം, നല്ല സൂപ്പർ പടം. നല്ല ഇന്ദ്രൻസിന്റെ അഭിനയമൊക്കെ നല്ല ഇതായിരിക്കുന്നു. കൊള്ളാം, നല്ല സൂപ്പർ പടം. നല്ല പടം, നല്ല സൂപ്പർ പടം. എല്ലാം നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. ഇന്ദ്രൻസ് ഒക്കെ നന്നായിട്ടുണ്ട്, അടിപൊളി. ഇന്ദ്രൻസിന്റെ ഡയലോഗൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല സിനിമയാണ്. മേക്കിംഗ് വൈസ് ആയാലും സ്ക്രിപ്റ്റ് വൈസ് ആയാലും മുരളി ഗോപിയുടെ ആക്ടിങ് ആയാലും ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് ആയാലും ആര്യയുടെ ആക്ഷൻ ആയാലും എല്ലാം നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. ആക്ഷനായിട്ട് നല്ല മുരളി ഗോപിയുടെ ശ്രീലം യൂഷ്വൽ സ്റ്റോറിയാണ്, എന്നാലും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആക്ഷനായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ആര്യയുടെ ആക്ഷൻ അടിപൊളി. ബ്രോ പടം കണ്ടുകൊണ്ടിരിക്കാൻ വേറെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഓവർ ബോറിംഗ് ആയിട്ടുമില്ല. ഫൈറ്റ് സീക്വൻസ് ഒക്കെ സൂപ്പറാണ്. അഭിനയം ആര്യയുടെ അഭിനയം സൂപ്പർ തന്നെയാണ്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ പറയാനില്ല, സൂപ്പർ. നല്ല പടം. എല്ലാവരും അഭിനയം കൊള്ളാം, നല്ല സിനിമ. കൊള്ളാം, നല്ല അഭിനയം. എല്ലാവരും കൊള്ളാം, നല്ല അഭിനയം.